ഇങ്ങനെ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ടാറ്റാ പോലീസ് സ്റ്റേഷൻ ഇനി കണ്ടില്ല എന്ന് പറയണ്ട. അത് നിങ്ങളുടെ റെസീറ്റ് നിങ്ങളുടെ എന്നപ്പാ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം സ്റ്റേഷനിൽ നിന്ന് നേരെ കോടതിയിലേക്കാണ് പോകുന്നത്. കോടതിയിൽ ഡിഫോർമേഷൻ ഫയൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പരാതിയുടെ കോപ്പിയുണ്ട്. നമ്മുടെ വക്കീൽ പറഞ്ഞ പ്രകാരം പരാതിയുടെ കോപ്പിയായിട്ട് പിന്നെ SP ഓഫീസ് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പോലീസുകാർ പറഞ്ഞു SP ഓഫീസ് പോകേണ്ട ആവശ്യമില്ല, നേരിട്ട് കോടതിയിൽ പോയിട്ട് ഇപ്പം തന്നെ ഫയൽ ചെയ്താൽ ബാക്കി നടപടികളൊക്കെ പോലീസുകാരെടുക്കും എന്നുള്ളത്. എന്തിനാണ് കോടതിയിൽ പോയിട്ട് അങ്ങനത്തെ ഒരു ഫയൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. കോടതി ഉത്തരവ് കൊടുക്കണം എന്നതിന് ശേഷം മാത്രമേ ഇതാക്കാൻ പറ്റുള്ളൂ. മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുക, സ്ത്രീത്വത്തെ അപമാനിച്ചു. കാരണം ഞാനൊരു സ്ത്രീയാണെന്ന് പറയാൻ അവൾക്ക് ബുദ്ധിമുട്ടാണ് പോലും. ഞാനേ സ്ത്രീ തന്നെയാണ് ഉത്തരവുണ്ണി. പിന്നെ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ എന്ന് വെച്ചാൽ എൻ്റെ കലാ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുക. ഈ 3 ഇതാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഉത്തരവുണ്ണി പേര് പറഞ്ഞിട്ടില്ലെങ്കിലും കൃഷ്ണ ഉടായിപ്പ് ഭത്ത എന്ന് പറഞ്ഞാലും നീ കൊടുത്ത, ഞാൻ ആകെ ടെൻഷനായി പോയിട്ടുണ്ടായിരുന്നു. നീ ഉടായിപ്പ് കൃഷ്ണഭക്ത എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഉടായിപ്പ് കൃഷ്ണഭക്തയല്ല, എനിക്കിപ്പോൾ കോടതിയിൽ തെളിയിക്കാൻ പറ്റൂല. പിന്നെ നീ എൻ്റെ പേര് പറയുന്നില്ല. പിന്നെ ആകെ ഒരു തംബ്ലൈന്, ആ തംബ്ലൈനും മതി കേട്ടോ നമുക്ക്. എന്തിന് നിങ്ങൾ ആ തംബ്ലൈന് കൊടുത്തു എന്നുള്ളത് ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും. അപ്പേ അതല്ലേ കാണുന്ന ഞാനിങ്ങനെ കണ്ണനെയും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണനും എൻ്റെ ഓരോരോ പവറേ. അപ്പോൾ എൻ്റെ ചിത്രത്തെ വളരെ വികൃതമായിട്ടാണ് അവളതിൽ സംസാരിച്ചത്. അത് ഒരു കലാകാരൻ്റെ കലയെ മണ്ണെടുത്തെറിയല്ലേ ചളിവാരി എറിയുന്നതിന് തുല്യമാണ്. അപ്പം അത് വേറെ. നീ കരഞ്ഞില്ലായിരുന്നു, അതിൻ്റെ നിനക്ക് അവിടെ കിട്ടേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുവാ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ലോക്കൽ സ്റ്റേഷൻ, SP ഓഫീസ്, അത് കഴിഞ്ഞിട്ട് ദാഹോനപ്പെട്ട പിടിച്ച് നിൽക്കുന്നു. സദാ കോടതി, എന്നിട്ട് വേണം മേൽക്കോടതിയിലേക്ക് പോകാൻ. അങ്ങനെയാണ്. ഏതായാലും ഞാൻ കോടതിയിലെത്തട്ടെ. കോടതിയിൽ അവിടെ അങ്ങനെ ഇവിടുന്ന് സ്റ്റേഷനിൽ സാറ് പറഞ്ഞു അവിടെ ഇപ്പം തന്നെ പോയിട്ട് കൊടുക്കാൻ. ഇന്നും നമ്മൾ ബൈജു സാറായിരുന്നു, അതേ ഇങ്ങോട്ട് വന്നതാണ്. എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം. ഇനിയിപ്പോൾ ബൈജു സാറിനെ വിളിച്ചിട്ട് ഞാൻ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് പറയാനൊക്കെ ആളുണ്ടാവും. എൻ്റെ പൊന്നോ. ഓക്കേ, ടാറ്റാ.